ഇതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ സുപ്രിയയെക്കുറിച്ച് ഇല്ലെങ്കിൽ മല്ലിക സുകുമാരനെ കുറിച്ച് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഇവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനോട് അത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ സംഘപരിവാർ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്കുണ്ടാക്കുന്ന ഒരു ധൈര്യം കൂടിയുണ്ട്, അത് നമ്മൾ അനുവദിക്കുന്നതിൻ്റെ കൂടിയാണ്. പക്ഷേ ഇതിനെതിരെ എങ്ങനെ നിൽക്കാമെന്നാണ്. രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കെല്ലാം ചർച്ചയിൽ പങ്കെടുക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതിലൊരു സൊല്യൂഷനിലേക്കോ ഇല്ലെങ്കിൽ അതിനെ അടിച്ചമർത്താനോ ഒരു തരത്തിലെങ്കിലും ഒരു കൈവയ്ക്കാൻ പോലും ഇല്ലാതാക്കാൻ ഒരു കൈവയ്ക്കാൻ പോലും പറ്റുന്ന സാഹചര്യത്തിലാണോ നിലവിലുള്ളത്? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഒടുവിൽ അവർ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് പോലെയുള്ള ഒരു കാര്യമാണ്. അത് പലതരത്തിലുള്ള മനസ്സിലാക്കലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന BJP എന്ന് പറയുന്നത് അവരെന്താണ് ഇന്ത്യയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ ഉദാഹരണങ്ങളിലൂടെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാവരുടെയും ഒരേ എന്താ പറയാ, എല്ലാവരുടെയും ധൈര്യം ഒന്നായിരിക്കില്ല, നമ്മളെല്ലാം ഡിഫറെന്റ് ആണ്. ഇപ്പം ഈ ഭരണകൂടം അല്ലെ എഴുതുന്ന എത്ര മനുഷ്യരെ കൊന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് മനുഷ്യരെ ചെയ്യാത്ത കുറ്റത്തിന് അവരുടെ മതം കാരണം ജയിലിലാവേണ്ട വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ നേരിടണം ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്നൊന്നുമല്ല. ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക. കേരളം ഒരു വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ ഈ സിനിമയെ പറ്റി കുറിച്ചിട്ടാണെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുക എന്നൊക്കെ പറയുന്നത് എന്താ പറയാ, വളരെ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനെ അത് സാധ്യമാകുള്ളൂ. അതിലും ഉണ്ട് സന്തോഷവും അഭിമാനവും ഒക്കെ. ഇതിന് ഇന്നതാണ് രീതി എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നമ്മൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ രാജ്യം മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇതിനൊക്കെ വന്ന് സംസാരിക്കാനൊക്കെ കൂടുന്നത്. അല്ല, ഇതില്ലേ, അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇനിയും തട്ടും ഇല്ലെങ്കിൽ ഇനിയും കൊല്ലും എന്ന് പറയാൻ ഈ സംഘപരിവാർ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അത് എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അനുവദിക്കുന്നില്ല, നമ്മൾ ആരും ഇതിനെ അനുവദിക്കുന്നില്ല, നമ്മൾ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മളെല്ലാം എതിർക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, ഇല്ലെങ്കിൽ അവരുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരാണ് നമ്മളെല്ലാവരും. പക്ഷേ അവർക്ക് ഉണ്ടാവുന്ന ധൈര്യം എവിടുന്ന് വരുന്നു? അത് ഇങ്ങനെയുള്ള സിനിമകളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് പോലും അവർക്ക് ഇപ്പം അവരുടെ വെറുപ്പ് കൊണ്ടാണ് ഇത്രയുമൊക്കെ ചർച്ചകൾ ഉണ്ടായത് എങ്കിൽ പോലും ആ ധൈര്യത്തിലേക്ക് അവരെത്തുന്നത് എവിടെ നിന്നാണെന്നാണ് ജിയോ കരുതുന്നത്? ഞാൻ കരുതുന്നത് ഈ ഇന്ത്യയിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും കൂടെ ഒന്നു ചേർന്നിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ തന്നെ ഇന്ത്യൻ സർക്കാരുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ അപ്പോ ഇത് രണ്ടിലും അന്ധത എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും ഒക്കെ ഉള്ള ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കൂട്ടം ജനതയുണ്ട് അവിടെ, അല്ലെങ്കിൽ ഭരണകൂടത്തിന് വോട്ട് ചെയ്ത ഒരു സമൂഹമുണ്ട്. അത്രയും പേരേ ഉള്ളൂ. ഇപ്പം അല്ലാതെ നിങ്ങൾ നോക്കൂ, നമ്മളെന്തിനാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടിലുള്ള എത്രയോ മനുഷ്യർ ഈ ഒരു ആശയത്തോട്, സിനിമ വെച്ച് നീട്ടുന്ന ആശയത്തോട് യോജിച്ച് എത്രത്തോളം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു, എത്രത്തോളം എഴുത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പല മനുഷ്യർക്കും പല റിയലൈസേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഈ റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവും. അതിന് കുറച്ചധികം സമയം എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മാറും. അപ്പോൾ നമ്മുടെ രാജ്യം കുറെ കൂടെ നന്നായി, കുറെ കൂടെ പ്രോഗ്രസീവായി മുമ്പോട്ട് പോകാൻ തുടങ്ങും. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്, വേഗം സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാനേ സാധിക്കത്തുള്ളൂ. അതെ, അതിലേക്കുള്ള പാതയാണെന്ന് തോന്നുന്നു എമ്പുരാൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എന്ന് വിചാരിക്കുന്നു. ഈ സിനിമയായിട്ട് കാണണം എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ സിനിമയായിട്ട് കാണാം, സിനിമേനെ എന്റർടൈൻമെന്റ് ആയിട്ട് കാണാം, സിനിമേനെ രാഷ്ട്രീയമായിട്ട് കാണണം, നമുക്ക് ഇഷ്ടമുള്ളത് പോലെ കാണാം. പക്ഷെ ഇപ്പൊ കണ്ടതുപോലെ കാണരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയല്ല സിനിമയെ കാണേണ്ടത്, ഇങ്ങനെയല്ല ഒരു ജനത ഒരു സിനിമയോട് പ്രതികരിക്കേണ്ടത്. നമുക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് വിയോജിപ്പുകളുള്ള സിനിമകളൊക്കെ ഈ രാജ്യത്ത് വന്നപ്പോൾ നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്, മാപ്പ് പറയുക, സിനിമ പിൻവലിക്കുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതാണ് പറയുന്നത്. ഇത് വേറെ വല്ല കുറച്ചുകൂടെ ബോധമുള്ള മനുഷ്യർ അറിഞ്ഞ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള മനുഷ്യരായിട്ട് ചിരിക്കാനുള്ള വകയാണിത്. നമുക്ക് വളരെ രസകരമായിട്ടുള്ള രണ്ട് കമന്റുകൾ ഇന്നലെ മോഹൻലാലിന്റെ പോസ്റ്ററിന് താഴെ വായിച്ചതാണ്. ടി സിദ്ദിഖാണ് അതിലൊരാള്, മറ്റൊന്ന് അബിൻ വർക്കിയാണെന്ന് തോന്നുന്നു ഇവരിട്ടത്. അതായത് ഇതിനകത്ത് LDFനെയും കോൺഗ്രസിനെയും പറയുന്നുണ്ട്. അപ്പം ആ ഭാഗം പിൻവലിക്കാൻ പറ്റുമോ ഇല്ലാലേ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ പഴയൊരു ഡയലോഗിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു ഭാഗമുണ്ട്. അപ്പം അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പലരെയും ചോദ്യം ചെയ്തുകൊണ്ട് ഇല്ലെങ്കിൽ പലരെയും എതിർത്തുകൊണ്ട് വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടുള്ള സിനിമകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് കട്ട് ചെയ്യാൻ. ഇവിടെ എമ്പുരാന്റെ കേസിലും ഇതാരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുകൂടെ ശ്രദ്ധിക്കേണ്ടതില്ലേ? അല്ല, അത് ശക്തമാണെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതൊരു ഫാസിസ്റ്റ് സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വെറുതെ എന്നാലൊരു മാപ്പ് പറഞ്ഞേക്കാന്നുള്ളതല്ല, അത്രമാത്രം സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അത് ഉറപ്പാണ്. അല്ലാതെ വെറുതെ എന്തിനാണ് ഈ സിനിമ ഇത്രയും അതായത് വളരെ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ, ആ സിനിമയ്ക്ക് വെറുതെ ഇത്രയും പേർക്ക് പ്രശ്നം അങ്ങനെയല്ല. അത് അത്ര സമ്മർദ്ദം ചെലുത്തിയിട്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഫാസിസ്റ്റുകളുടെ തീരുമാനത്തിന് പിന്നിൽ അതിന് പിന്നിൽ അതാണ് ഫാസിസമാണ്, അതല്ലാതെ വേറൊന്നുമില്ല.